ഹലോ, എവിടെ എല്ലാവരും? ഇവിടെ ശ്രുതിയാണ്. ഞാനും എൻ്റെ അനിയത്തിയും കൂടി തനിച്ച് ഒരു 4 ദിവസം സ്പെയിനിലെ ബാർസിലോണയിൽ പോയതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 വീഡിയോ വോയിസ് ഓവർ ഒന്നും ഇല്ലാതെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വോയിസ് ഓവർ ഇടാൻ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ലാസ്റ്റ് ഡേയിൽ വോയിസ് ഓവർ ഇട്ടിട്ട് കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ ഇടാമെന്ന്. ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ബാർസലോണയിൽ പോകുന്നത് ഈ 15 വർഷത്തിനകത്ത്. പക്ഷേ ഞാനും എൻ്റെ അനിയത്തി, ഞാൻ ലേനു എന്നാണ് വിളിക്കുന്നത്, ഞാനും ലേനുവും കൂടെ തന്നെ പോകുന്നത് ആദ്യമായിട്ടാണ്. ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണ് ഇങ്ങനെ തനിച്ച് ഒരു 4 ദിവസമൊക്കെ ഒന്നിച്ച് പുറത്തൊരു സ്ഥലത്ത് അങ്ങനെ പോകുന്നത് ഇതാദ്യമായിട്ടാണ്. ലേനും മോനും കഴിഞ്ഞ 1 മാസമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ സിംഗപ്പൂരാണ് അവർ താമസിക്കുന്നത്. മോനവിടെ വെക്കേഷനായിരുന്നു 1 മാസം. അപ്പോൾ അങ്ങനെ അവർ വന്നത്. ലേനുവിൻ്റെ ഹസ്ബൻഡ് വരാൻ പറ്റിയില്ല. ലേനു ആദ്യമായിട്ടല്ല ഇവിടെ വരുന്നത്. കഴിഞ്ഞ ഒരു 1.5 വർഷത്തിന് മുൻപ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ അവരൊരു 3 വർഷം ജർമ്മനിയിലും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 4-5 മണിക്കൂർ ഡ്രൈവബിൾ ഡിസ്റ്റൻസിൽ അവർ താമസിച്ചിരുന്നത്. നമ്മൾ ഫാമിലിയായിട്ട് ഒന്നിച്ച് പല ട്രിപ്പുകൾ പോകാൻ ഉള്ള സാഹചര്യം ദൈവാനുഗ്രഹിച്ച് ഉണ്ടായിട്ടുണ്ട്. അവളുടെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡും പിന്നെ പേരൻസ് വന്നപ്പോൾ അവരൊക്കെ ആയിട്ടും അങ്ങനെ പല പ്രാവശ്യം നമ്മൾ ഒരുപാട് യാത്രകൾ ഒന്നിച്ച് പോയിട്ടുണ്ട്. പക്ഷെ ഞാനും അവൾ മാത്രമായിട്ട് ഇങ്ങനെ ഒരു 3-4 ദിവസം അവിടുന്ന് മാറി, നമ്മുടെ വീട്ടിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് പോയി അങ്ങനെ ഒരു ട്രാവൽ ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പലപ്പോഴും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടും ലേഡീസ് ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ട്സുമായിട്ട് പോകുന്നതും ഫാമിലിയായിട്ട് പോകുന്നതിനൊക്കെ വേറൊരു ഡിഫറെൻറ്റ് ഫീലായിരുന്നു എനിക്ക് ലേനുമായിട്ട് ഇങ്ങനെ ഒരു 3-4 ദിവസം പോയപ്പോൾ. നമുക്കും പ്രായത്തിൻ്റേതായ പക്വതകളും മറ്റു കാര്യങ്ങളും വന്നല്ലോ. കുഞ്ഞിലെ ഞങ്ങൾ തമ്മിൽ നല്ല വഴക്കൊക്കെ ആയിരുന്നു. ഇപ്പോഴും ചിലപ്പോൾ വഴക്കൊക്കെ ഇടും. അതിൻ്റെ ഫ്രീക്വൻസി വളരെ കുറവാണ് ദൈവം അനുഗ്രഹിച്ച്. എന്നാലും ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും ഞങ്ങൾ. പക്ഷേ ലേനുവിൻ്റെ കൂടെ പോകുമ്പോഴുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെങ്ങനെയാണോ, നമ്മളുടെ ഇഷ്ടങ്ങൾ എന്താണോ അതൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നാമത്തെ നമ്മൾ കുഞ്ഞിലെ മുതൽ നമ്മളുടെ കൂടെ വളർന്ന ഒരാളാണല്ലോ. നമുക്കൊരു ഒളിയും മറയൊന്നും വേണ്ട ആവശ്യമില്ല. ഇഷ്ടമല്ലാത്തത് ഇഷ്ടമല്ലെന്നും ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യണമെന്നും ഒക്കെ നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഞങ്ങൾ തമ്മിൽ അത്ര വലിയ ഏജ് ഡിഫറൻസ് ഒന്നുമില്ല. എന്നെക്കാൾ ഒരു 1.25 വയസ്സിന് ഇളയതാണ് ലേനു. എൻ്റെ സംസാരത്തിൽ ഒരു ചെറിയ മാറ്റമായാലും എൻ്റെ മുഖഭാവത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ലേനുവിനത് മനസ്സിലാവും കേട്ടോ. അതുകൊണ്ട് അവളുടെ അടുക്കലൊരു കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റത്തേയില്ല. പിന്നെ ലാസ്റ്റ് ഡേ ആണ് നമ്മളൊരു പ്രോപ്പർ സ്പാനിഷ് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചത്. അതുവരെ നമ്മൾ കണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ മേടിച്ച് കഴിക്കുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെൻ്റെ നിർബന്ധത്തിനാണ്. സത്യം പറഞ്ഞാൽ ഒരു നേരമെങ്കിലും നമ്മളൊരു പ്രോപ്പർ സ്പാനിഷ് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു നല്ല റിവ്യൂ ഉള്ളൊരു റെസ്റ്റോറൻറ്റ് നോക്കി കയറി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡ് ഓക്കെ ആയിരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഫൈനൽ ഡേ ആയിരുന്നു. നമ്മൾ ഒരു ടൂറിസ്റ്റ് ബസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു 3 ഡേ പാസിന്. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം പകൽ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ബസ്സുകളാകുമ്പോൾ നമ്മളെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളിലും കൊണ്ടുപോയി അവിടെ നമ്മളെ ഡ്രോപ്പ് ചെയ്യും. നമുക്ക് എല്ലാ 15 മിനിറ്റ്സ് കൂടുമ്പോഴും നമുക്ക് ബസ് വരുമ്പോൾ നമുക്ക് കയറി ഇങ്ങനെ ഹോപ്പ് ചെയ്ത് പോവാം. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു കുഞ്ഞു ബേക്കറിയിലൊന്ന് കയറി കുറച്ചെന്തെങ്കിലും വീട്ടിലേക്ക് വാങ്ങിക്കാം എന്നൊക്കെ കരുതിയിട്ട് അത് കഴിഞ്ഞ് നേരെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. അവിടുത്തെ ഈ ഇരിക്കുന്നത് സാംഗ്രിയ എന്ന് പറയുന്നൊരു ഫേമസ് സ്പാനിഷ് ഡ്രിങ്കാണ് കേട്ടോ. കുറച്ച് പേരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. സൂപ്പർ മാർക്കറ്റിൽ മെയിനായിട്ട് കയറിയത് അപ്പൂന് കുറച്ച് സ്പാനിഷ് സോസേജും ചൊറൈസോയും ഒക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാനത് കുറച്ച് പറഞ്ഞതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡേ വൈൻഡപ്പ് ചെയ്ത് നമ്മൾ പോവാണ്. നമ്മുടെ ഡേ 1 ഡേ 2 വീഡിയോസും ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നമുക്ക് കിട്ടുന്ന ഓരോ സാഹചര്യം, അത് 1 മണിക്കൂറായിക്കോട്ടെ, ഒരു ദിവസം ആയിക്കോട്ടെ, അത് നമുക്കിങ്ങനെ ചെറിയ സന്തോഷങ്ങൾ കിട്ടുന്നത് ഒരിക്കലും പാഴാക്കാതെ മാക്സിമം യൂസ് ചെയ്യണം കേട്ടോ.